അഞ്ജലി, കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് ഒരുപാട് പ്രതികരണങ്ങൾ ലഭിച്ചിരുന്നല്ലോ. ഒരുപാട് പ്രേക്ഷകർ കണ്ടിരുന്നു പരിപാടി. അപ്പൊ നമ്മൾ അറിയിച്ചിരുന്നു. ഒരു മിക്സഡ് റെസ്പോൺസ് ആയിരുന്നു അല്ലേ? നല്ലതാണെന്നും പറഞ്ഞ് മോശമാണെന്നും കുറച്ചുകൂടി നന്നാക്കാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാ അഭിപ്രായങ്ങളും നമ്മൾ സ്വീകരിക്കുകയാണ്, നമ്മൾ മാനിക്കുകയാണ്. അതുകൊണ്ട് ഇനി എന്തൊക്കെ രീതിയിൽ നമുക്ക് ഇതിനെ മാറ്റം വരുത്താൻ സാധിക്കും, നല്ല രീതിയിൽ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് നമ്മൾ തീർച്ചയായും അവരുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുക്കുകയാണ് അല്ലെ? അതെ. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു അധ്യായവുമായി ഇവിടെ എത്തിയിരിക്കുകയാണ് അല്ലെ. ഇന്നത്തെ നമ്മുടെ പ്രധാന വിഷയം എന്നാൽ പയ്യന്നൂരിലെ ടൂറിസം സാധ്യതകൾ എന്തൊക്കെയാണ് എന്നാണ് അല്ലെ. അതെ, തീർച്ചയായും നമ്മുടെ പയ്യന്നൂർ എന്നത് ഏറ്റവും നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രം തന്നെയാണ്. ഒരുപാട് സാധ്യതകളുള്ള ഒരു സ്ഥലം തന്നെയാണ്. പക്ഷേ പയ്യന്നൂരിനെ പറ്റിയിട്ട് കൂടുതൽ ആൾക്കാർക്ക് ഇതിന് വേണ്ടത്ര അറിവില്ല. വിദേശികളടക്കം പയ്യന്നൂർ എത്തുമ്പോഴും നമ്മളെ പയ്യന്നൂരിലുള്ള ആൾക്കാർ തന്നെ ഇതിനെപ്പറ്റി വേണ്ടത്ര അറിവ് കിട്ടാത്ത ഒരു അവസ്ഥ കൂടി വരും. തീർച്ചയായും അങ്ങനെയാ. കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്തിട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ നശിച്ചു പോകുന്ന ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുകൾ നമ്മുടെ പയ്യന്നൂരിലുണ്ട്. പയ്യന്നൂരിൽ മാത്രമല്ല, നമ്മൾ മുഴുവനായുള്ള കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ, ടൂറിസത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ നമ്മൾ ഓരോ ദിവസവും രാവിലെ പത്രത്തിൽ നോക്കുന്നത് ഇതുപോലെ ഓരോരോ ടൂറിസം സ്ഥലത്ത് പോയിട്ട് വരുന്ന അപകട വാർത്തകളാണ്. എത്രത്തോളം നമ്മളെ കണ്ണ് നനയിക്കുന്നുണ്ട്. ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ ഇത്തരത്തിലുള്ള നമ്മൾ ആ അമ്മയും കുഞ്ഞിന്റെ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടുകൊണ്ടുള്ള ഒരു വാർത്ത നമ്മളേറെ സങ്കടപ്പെടുത്തിയിരിക്കുന്ന ഒരു വാർത്തയാണ് അല്ലെ. അപ്പൊ ഇതൊക്കെ എങ്ങനെ ഇല്ലാതാക്കാം, എത്രത്തോളം നമ്മൾ ഇതിനൊക്കെ സുരക്ഷ, എത്രത്തോളം ഇതിനൊക്കെ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായി ചർച്ച ചെയ്യണം. അതിലും ഉപരി നമ്മുടെ പയ്യന്നൂരിലെ ടൂറിസം വികസന സാധ്യതകൾ, ഇനി എന്തൊക്കെ വികസനം കൊണ്ടുവരണം, ടൂറിസത്തിൽ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എത്രത്തോളം ആൾക്കാരിൽ അത് എത്തിക്കണം, അതാണ് അധികൃതരുടെ അടുത്തും എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അതെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആ ഒരു അധ്യായം നമുക്ക് എന്നാ ആരംഭിക്കാം അല്ലെ? തീർച്ചയായും. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്ന് ഫേസ് ടു ഫേസ് വിത്ത് ആതിര ആൻഡ് അഞ്ജലി പ്രോഗ്രാമിൽ എത്തിച്ചേർന്നത് പൊതുപ്രവർത്തകനും സാമൂഹിക പ്രവർത്തകനും ഒക്കെയായ, അതുപോലെ തന്നെ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന KP ശ്രീധരനാണ്. ശ്രീധരൻ സാറിനെ നമുക്കൊന്ന് സ്വാഗതം ചെയ്യാം അല്ലെ? സ്വാഗതം സാർ നമ്മുടെ പരിപാടിയിലേക്ക്. അപ്പൊ നമ്മൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് പയ്യന്നൂരിന്റെ ടൂറിസം സാധ്യതകളെ പറ്റിയിട്ടാണ്. അപ്പൊ പയ്യന്നൂർ ഏറെ ടൂറിസം പ്രാധാന്യമുള്ള ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ പയ്യന്നൂർ അല്ലെ. പക്ഷെ വേണ്ട രീതിയിൽ ടൂറിസത്തെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അല്ലെ, അതൊരു ചോദ്യം തന്നെയാണ്. വേണ്ട രീതിയിൽ നമ്മൾ പയ്യന്നൂരിനെ ടൂറിസം മേഖലയിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ പയ്യന്നൂരിന്റെ ടൂറിസം സാധ്യതകൾ, അതിനെ പറ്റിയിട്ടൊന്ന് പറയാം. പയ്യന്നൂരിന്റെ ടൂറിസം സാധ്യതകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ കൗവായി വെച്ച് തുടങ്ങേണ്ടി വരും. ഇത്ര നല്ലൊരു ജലവിനോദ സാധ്യതകളിലൊരു കേന്ദ്രം നമ്മൾ അണ്ടർ യൂട്ടിലൈസ്ഡോ അല്ലെങ്കിൽ മിസ് യൂട്ടിലൈസ്ഡോ ആയിട്ട് മാറുകയാണ്. ആദ്യം 2017 ആദ്യം ഒരു കയാക്കിംഗ് കേന്ദ്രമായിട്ട് അവിടെ ഒരു സംരംഭകൻ ഈ കയാക്കിംഗ് സെൻറ്റർ തുടങ്ങിയത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഒരു സപ്പോർട്ടും ഈ നഗരസഭയോ അല്ലെങ്കിൽ സർക്കാരോ ഇതുപോലുള്ള സംരംഭങ്ങൾക്ക് അവിടെ നൽകാത്തത് കൊണ്ട് തന്നെ ഇത്തരം സംരംഭങ്ങൾ മുരടിലെ നശിച്ചു പോകുന്നൊരവസ്ഥയാണുള്ളത്. അവിടെ പ്രാഥമിക സൗകര്യങ്ങൾ നിർവഹിക്കാനുള്ള സ്ഥലമില്ല. ഒരു വലിയൊരു ബോട്ട് ജെട്ടിയുണ്ട്, 5 കോടിയോ 6 കോടിയോ ഒക്കെ ചിലവഴിച്ച് കിട്ടിയ ബോട്ട് ജെട്ടിയുണ്ട് പയ്യന്നൂരിലടക്കം 5 or 6 ബോട്ട് ജെട്ടികൾ ഈ കായലിൻ്റെയും അല്ലെങ്കിൽ പറശ്ശിനിക്കടവ് വരെയുള്ള സ്ഥലങ്ങളിലുണ്ടെങ്കിലും ചുരുക്കം ചില ബോട്ട് ജെട്ടികൾ മാത്രമേ അതൊരു സാധ്യതാ പഠനം, വേണ്ടത്ര രീതിയിൽ സാധ്യതാ പഠനം നടത്താതെ നിർമ്മിച്ചിരിക്കുന്ന ഈ ബോട്ട് ജെട്ടികൾ അണ്ടർ യൂട്ടിലൈസ്ഡോ അല്ലെങ്കിൽ മിസ് യൂട്ടിലൈസ്ഡോ ആണ്. ഇപ്പോഴും ബോട്ട് അടുപ്പിക്കാൻ കഴിയാതെ ആഴമില്ലാത്ത ഭാഗങ്ങളിലാണ് ഈ ബോട്ട് ജെട്ടികൾ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ പദ്ധതി വിനിയോഗം എത്ര ലിഷർലി ആയിട്ടാണ് അല്ലെങ്കിൽ എത്ര ലാഘവത്തോടു കൂടിയാണ് കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഒരു മകുടോദാഹരണമാണ്. 7 കോടി 6 കോടിയൊക്കെ ചിലവഴിച്ച് ബോട്ട് ജെട്ടി നിർമ്മിച്ചിട്ട് ഓടാൻ ബോട്ടില്ല. ബോട്ട് വന്നാൽ ബോട്ടിന് അടുക്കാൻ പറ്റില്ല. ഹൗസ് ബോട്ടുകളും കയാക്കുകൾക്കും ഒട്ടേറെ സാധ്യതകളുണ്ട് കൗവായി കായലിൽ. കേരളത്തിലത്തെ 3ാമത്തെ വലിയ കായലാണ് കൗവായി കായൽ. അതിൻ്റെ സെറിനിറ്റി, ഇത് ഇത്രയും യാത്രക്കാർ വരാത്ത ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെട്ടൊരു സ്ഥലമാണ് കൗവായി. കരഭാഗങ്ങൾ ഇടിഞ്ഞു പോവുകയും വെള്ളത്തിലോട്ട് ഇറങ്ങാൻ സൗകര്യമില്ലാതിരിക്കുകയും ചെയ്യുന്ന കാലത്ത് 2017 അവിടെ ആദ്യത്തെ ഒരു ടൂറിസം സംരംഭമായിട്ടൊരു സംരംഭം അവിടെ ആരംഭിച്ചത്. DTPCയും അന്ന് ജില്ലാ കളക്ടറായിരുന്ന മീർ മുഹമ്മദ് അലിയൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തതിൻ്റെ വഴിയായിട്ടാണ് ഒട്ടേറെ സഞ്ചാരികളെ കൗവായിൽ എത്തിക്കാൻ അന്നത്തെ സംരംഭകർക്ക് കഴിഞ്ഞത്. ഒരു കയാക്ക് ഫെസ്റ്റിവൽ നടത്തുകയുണ്ടായി. അതുപോലെ തന്നെ നേവൽ അക്കാദമി, ഏഷ്യയിലത്തെ ഏറ്റവും വലിയ നേവൽ അക്കാദമിയാണ് ഏഴുമലയുള്ളത്. നേവൽ അക്കാദമിയുടെ വകയായിട്ട് നടത്തുന്ന പായ്വഞ്ചി ഓട്ട മത്സരങ്ങൾ
അഖില ലോക ഇൻ്റർനാഷണലായിട്ട് നടന്ന പാഴ്വഞ്ചി ഓട്ട മത്സരങ്ങൾ നടന്ന കൗവായി കായലിലാണ്. പക്ഷെ അതിനുള്ള മറ്റ് സൗകര്യങ്ങളൊന്നും ഈ നേവൽ അക്കാദമിയുടെ ഭാഗത്തുണ്ടെങ്കിലും മറ്റ് ഭാഗങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഷോർട്ട് കമ്മിങ്. ഈ പായ്വഞ്ചി പരിശീലനത്തിനോ അല്ലെങ്കിൽ അതുപോലെ അന്താരാഷ്ട്ര തലത്തിൽ മത്സരിക്കാനുള്ള നമ്മുടെ നാട്ടിലെ ഈ കായിക മേളകളിൽ താല്പര്യമുള്ളവർക്ക് പരിശീലനം നടത്താനുള്ള ഒരു സൗകര്യം നമുക്ക് പയ്യന്നൂരിലില്ല. ഒരു പായ്വഞ്ചി ഓട്ട കേന്ദ്രം പയ്യന്നൂരിൽ തുടങ്ങാൻ എടാട്ട് സ്വദേശിയായ ഒരു പായ്വഞ്ചി ഓട്ട പരിശീലകനുണ്ട്, മധു. അയാൾ തയ്യാറായിരുന്നെങ്കിലും അതിനുള്ള വേണ്ട സപ്പോർട്ട് കിട്ടാത്തതുകൊണ്ട് അയാൾ ഇപ്പോഴും മതിയാക്കിയിരിക്കുകയാണ്. അയാൾ ഹൈദരാബാദിൽ നല്ല രീതിയിൽ പായ്വഞ്ചി പരിശീലന കേന്ദ്രവും അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തരായ ഒട്ടേറെ ടീമുകളെ വാർത്തെടുത്ത ഒരു പരിശീലകനാണ്. അദ്ദേഹത്തിന് ഇവിടെ നാട്ടിൽ തുടങ്ങാനുള്ള സൗകര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ നാട്ടിൽ സപ്പോർട്ട് ചെയ്യാനുള്ള ഏജൻസികൾ തയ്യാറാകുന്നില്ലതാണ് അതിലൊരു പ്രധാന ബുദ്ധിമുട്ട്. രണ്ടാമതൊരു കയാക്കിംഗ് കേന്ദ്രവും സ്പീഡ് ബോട്ടും ഇതൊക്കെ തുടങ്ങിയെങ്കിലും അത് തന്നെ നാമമാത്രമായ രീതിയിൽ ശനിയാഴ്ചയും ഞായറാഴ്ചകളിലും മാത്രമായി പരിമിതപ്പെടുന്ന രീതിയിലാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനത്ര സപ്പോർട്ട് നമ്മുടെ വിഭാഗങ്ങൾ, അതായത് പൊതുമരാമത്ത് വകുപ്പായാലും ശരി, നഗരസഭയായാലും ശരി, ടൂറിസം വകുപ്പാണെങ്കിലും ശരി, പൊതുഭരണ വകുപ്പാണെങ്കിലും ശരി, വേണ്ട സപ്പോർട്ടുകൾ നൽകി കഴിഞ്ഞാൽ ഇത്തരം പുതിയ പുതിയ സംരംഭങ്ങൾ ഈ കൗവായി പോലുള്ള പ്രദേശങ്ങളിൽ വളർന്നു വരും. ലോകത്തെമ്പാടുമുള്ള സഞ്ചാരികൾ കൗവായിലെത്തും. അവിടെ താമസിക്കാൻ സൗകര്യങ്ങളില്ല. പയ്യന്നൂർ നഗരം അതിനനുസരിച്ച് വികസിക്കും. അല്ലെങ്കിൽ ഹൗസ് ബോട്ട് വരാനുള്ള സൗകര്യമുള്ള മറ്റ് പല കേന്ദ്രങ്ങളിലും പോയിട്ടാണ് ആൾക്കാർ ഹൗസ് ബോട്ടുകളിൽ പോകുന്നത്. നീലേശ്വരത്തും അവിടെ ഇവിടെയൊക്കെ പോയിട്ടാണ് ഹൗസ് ബോട്ടുകളിൽ യാത്ര ചെയ്യുന്നത്. അതിനുള്ള സൗകര്യം ഇവിടെ ഒരുക്കാൻ നമുക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞാൽ ആലപ്പുഴ വിട്ട് കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു സെറീനായ കായലിൽ, നല്ല വൃത്തിയുള്ള കായലിൽ, കൊച്ചി കായലിലും ആലപ്പുഴയൊക്കെ അഷ്ടമുടി കായലിലൊക്കെ പോയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പായൽ കൊണ്ട് മൂടിയ കായലുകൾക്ക് പകരം ഇവിടെ നല്ലൊരു ശുദ്ധജലത്തിൽ മാലിന്യമില്ലാത്ത ഒരു സെറീനായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ ഇതിനൊക്കെ തയ്യാറായി വിദേശികളടക്കം നമ്മുടെ നാട്ടിലേക്ക് വരുന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഇപ്പോഴും വിദേശികൾ വരുന്നുണ്ട്. പക്ഷേ ഇത് മാത്രം പോരാ, കൗവായി മാത്രം കൊണ്ട് നമുക്കൊരു വിദേശ ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതോടനുബന്ധിച്ച് പയ്യന്നൂരിൻ്റെ മറ്റ് ടൂറിസം കേന്ദ്രങ്ങളെയും കണക്റ്റ് ചെയ്തുകൊണ്ട് ഒരു ടൂറിസം സർക്യൂട്ടാക്കാനും അത്തരം ടൂറിസ്റ്റ് സർക്യൂട്ടുകളെ ഈ ടൂറിസ്റ്റുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനമാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ ഇല്ലാത്തത്. മറ്റൊന്ന്, ഈ ടൂറിസം സംരംഭകർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കാനൊരു സംവിധാനം, അവർക്ക് വേണ്ടുന്ന പരിശീലനം കൊടുക്കാനൊരു സംവിധാനവും നമ്മുടെ നാട്ടിലില്ല. കൗവായി കാണാത്ത എത്രയോ പയ്യന്നൂരുകാർ തന്നെയുണ്ട്. ഈ പയ്യന്നൂരുകാരെ ലോക്കൽ ടൂറിസമാണ് പ്രധാനം. അന്താരാഷ്ട്ര ടൂറിസം വേറെ വരും. ആദ്യം ലോക്കൽ ടൂറിസം വളർന്നു കഴിഞ്ഞാൽ ഒരു വിദേശി വന്നു കഴിഞ്ഞാൽ ഇതാ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനൊരു സൗകര്യം ഉണ്ടെന്ന് പറയാൻ ഒരു സ്വദേശിക്ക് കഴിയുള്ളൂ. അങ്ങനെ വിദേശ ടൂറിസവും സ്വദേശി ടൂറിസവും പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു സെൻറ്റർ, ഒരു ടൂറിസം ഇൻഫർമേഷൻ സെൻറ്റർ ഈ നഗരസഭയിലും അതുപോലെ സമീപ പ്രദേശത്തുള്ള പഞ്ചായത്തുകളിലും ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ നമുക്കിതിനെ ലോക ഭൂപടത്തിലേക്ക് കൗവായി പോലുള്ള പ്രദേശത്തെ എത്തിക്കാൻ കഴിയൂ. അതിനനുസരിച്ച് ഇവിടെ സഞ്ചാരികൾ വരുന്നതിൻ്റെ എണ്ണവും കൂടും. പക്ഷെ നമുക്ക് പ്രാഥമിക സൗകര്യങ്ങൾ അവിടെ ഏർപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. നല്ലൊരു ടോയ്ലറ്റ് ഇല്ലാന്ന് പലതവണ മുറവിളി കൂട്ടുകയും മന്ത്രി അടക്കം മുമ്പത്തെ ടൂറിസം വകുപ്പ് മന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അടക്കം അവിടെ മോർണിംഗ് വാക്കിനൊക്കെ പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളൊക്കെ പോയി കണ്ടിട്ടുണ്ട്. അതുപോലെ ഇതിനൊന്നും ചെവി കൊടുക്കാനോ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ അവ പരിഹരിക്കാനോ ഉള്ളൊരു ശ്രമം നമ്മുടെ ഭരണാധിപന്മാരുടെ അടുത്ത് നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരം കൗവായിയെ സംബന്ധിച്ച്. പിന്നെ അവിടെ 2 ദ്വീപുകളുണ്ട്. കൗവായി കായലിലെ 6-7 ഏക്കറോളം വരുന്നൊരു ദ്വീപും ഒരു 2 ഏക്കറോളം വരുന്ന ദ്വീപും. നല്ല ഹരിതാപപരമായ ഏരിയയാണത്. അവിടെ ക്യാമ്പിംഗ് സൈറ്റ് നടത്തിയിരുന്നു. പക്ഷെ അതും ദൗർഭാഗ്യം എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ മറ്റ് ചെയ്തു കൊടുക്കാത്തതുകൊണ്ട് അത് ലാഭകരമല്ലായിരുന്നു. പക്ഷേ നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു സാധ്യതയുണ്ട്. ക്യാമ്പിംഗ് സൈറ്റ് എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റുകൾ വരും, അവരെ ടെൻറ്റുകളിൽ താമസിക്കും. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കൗവായി കായലിലുള്ള സഞ്ചാരം കൂടാതെ ഏറ്റവും അടുത്തുള്ള കടൽ തീരം വലിയപറമ്പ് പഞ്ചായത്ത് ഏറ്റവും നീളം കൂടിയ പഞ്ചായത്താണ്. ആ പഞ്ചായത്തിലെ കടൽ തീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോവയെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള സുന്ദരമായ ബീച്ചുകളാണ് അവിടെ നമ്മുടെ നാട്ടിലുള്ളത്. പക്ഷെ അതൊന്നും വേണ്ട രീതിയിൽ ടൂറിസ്റ്റുകളിൽ എത്തിക്കാനും ആ ടൂറിസ്റ്റുകളെ ആ കൗവായി കായലിലേക്കും ബീച്ചിലേക്കും എത്തിക്കാനുള്ള സൗകര്യങ്ങൾ നമുക്കില്ല. വലിയപറമ്പ് പഞ്ചായത്തിൽ അവിടെ ഇവിടെയായി കുറച്ച് റിസോർട്ടുകൾ, ഹോം സ്റ്റേകളൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിലും പയ്യന്നൂർ ഭാഗത്ത് അങ്ങനെ ഒരു നീക്കം കാര്യമായി നടന്നിട്ടില്ല. ഈ ടോയ്ലറ്റുകളും ഇതില്ലാത്ത സൗകര്യങ്ങളില്ലാത്ത ഒരു കായലിൽ കയാക്കിങ്ങിന് പോയി നനഞ്ഞു കഴിഞ്ഞാൽ
വസ്ത്രം മാറാനുള്ള സൗകര്യം കൗവായിലില്ല. ഇപ്പോഴാണ് ഓൺ പേയ്മെൻറ്റ് 2 സ്വകാര്യ വ്യക്തികളെങ്കിലും ഇങ്ങനെ ഒരു സംരംഭം അവിടെ തുടങ്ങിയെന്നുള്ളത് വളരെയധികം സന്തോഷകരമാണ്. ഇന്നും അടുത്തിടെ ഒരു ഞായറാഴ്ച അവിടെ പോയപ്പോൾ ഞങ്ങൾ ദർശിച്ചത് ചെന്നൈയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും മൈസൂരിൽ നിന്നും മംഗലാപുരത്തു നിന്നൊക്കെയുള്ള ടൂറിസ്റ്റുകൾ അവിടെ എത്തുമ്പോൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. അതാണ് ആ കൗവായി ടൂറിസം സെൻറ്ററിനെ കുറിച്ച് പറഞ്ഞാലുള്ള ഒരു പ്രശ്നം. മറ്റൊന്ന്, ഈ കൗവായി ടൂറിസം സെൻറ്ററിനെ പ്രധാനമായിട്ടും മലബാറിൻ്റെ ആകർഷണമായ തെയ്യം സീസണുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു സർക്യൂട്ട്, ഒരു സഞ്ചാരി സർക്യൂട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയണം. തിരുനെറ്റിക്കല്ല് തൊട്ട് കൗവായി വരെ നീളുന്ന ഒട്ടേറെ അവസരങ്ങൾ, സാധ്യതകൾ നമുക്കുണ്ട്. അതെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഒരു സർക്യൂട്ട് നിർമ്മിച്ചു കഴിഞ്ഞാൽ ഈ പ്രദേശങ്ങളിലേക്ക് ടൂറിസം, ലോക്കൽ ടൂറിസം ആയാലും ശരി, അന്താരാഷ്ട്ര ടൂറിസം ആയാലും ശരി, നല്ല രീതിയിൽ പ്രതികരിക്കാൻ തയ്യാറാവുമെന്നാണ് വിശ്വസിക്കുന്നത്. പയ്യന്നൂരിൽ തന്നെ ഉപ്പ് സത്യാഗ്രഹം, ദേശീയ സ്വാതന്ത്ര്യ സമര കാലത്ത് തൊട്ട് പ്രശസ്തമായ ഉപ്പ് സത്യാഗ്രഹ പാർക്ക് അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് പലപ്പോഴും സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുന്നു എന്നുള്ളത് ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അത് നോക്കി നടത്താനുള്ളൊരു സംവിധാനം നടത്താൻ നമുക്ക് പറ്റുന്നില്ല. ലക്ഷങ്ങളും കോടികളും ചിലവഴിച്ച് ഇതുപോലെ സെൻറ്ററുകൾ ഉണ്ടാക്കുമെങ്കിലും അത് വേണ്ട രീതിയിൽ അതിൻ്റെ ഒരു പ്രവർത്തന ഓഡിറ്റിംഗ് നടത്തണം. എന്താണ് അതിലെ ഡ്രോബാക്ക്, എന്തുകൊണ്ടാണ് ആൾക്കാർ അവിടെ എത്താത്തത്, എന്തൊക്കെ സൗകര്യങ്ങൾ അഡീഷണലായിട്ട് ചെയ്യണമെന്നില്ലതിനെക്കുറിച്ചിട്ട് ഒരു ഇയർലി ഓഡിറ്റ് നടത്തിയിട്ട് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സ്വർണ്ണലിപികളിൽ എഴുതപ്പെട്ട ഒരു ചരിത്രമാണ് പയ്യന്നൂരിലുള്ളത്. പയ്യന്നൂരിലേക്ക് ഒട്ടേറെ ആൾക്കാർ വരാനും ഗാന്ധി പാർക്കിലും ഗാന്ധിജിക്ക് ആദരാഞ്ജലി അർപ്പിക്കാനൊക്കെ ആൾക്കാർ അവിടെ എത്തും. മറ്റൊന്ന് ശ്രീനാരായണ വിദ്യാലയമാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ അവസാനത്തെ ശിഷ്യനായ ആനന്ദതീർത്ഥൻ സ്ഥാപിച്ച ശ്രീനാരായണ വിദ്യാലയം ഗാന്ധിജിയുടെയും വി ഗിരിയുടെയും രാജേന്ദ്ര പ്രസാദിൻ്റെയൊക്കെ പാദസ്പർശം കൊണ്ട് പുണ്യഭൂമിയായ അവിടെ ഗാന്ധി നട്ട മാവും ഒട്ടേറെ ഓർമ്മകൾ സഞ്ചാരികൾക്ക് നൽകുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി ഈ ടൂറിസ്റ്റ് സർക്യൂട്ടിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കേന്ദ്രമാണ് ശ്രീനാരായണ വിദ്യാലയം. നമുക്കൊരു ഗാന്ധി മ്യൂസിയമുണ്ട്. അതിനകത്ത് ഗാന്ധിജിയായി ബന്ധപ്പെട്ടിട്ടുള്ള ചുരുക്കം കാര്യങ്ങളും ഫോട്ടോകളും മാത്രമേ ഉള്ളൂ. മറ്റെന്തൊക്കെയോ കാര്യങ്ങളാണ്. അതും വേണ്ട രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഗാന്ധി മ്യൂസിയം പയ്യന്നൂരിലുണ്ട് എന്നുള്ളത് പോലും പലർക്കും അറിയില്ല. പ്രവേശനം സൗജന്യമാണ്. എങ്കിലും നമ്മുടെ ടൂറിസ്റ്റുകളെ അവിടെ എത്തിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. മറ്റൊന്ന്, പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടുപാത്ര നിർമ്മാണമാണ്. നല്ല വൈദഗ്ധ്യം നിറഞ്ഞ നൂറുകണക്കിന് തൊഴിലാളികൾ അവരുടെ വീടുകളിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ചെറുകിട കടകളിൽ വെച്ചിട്ടോ ഈ ഓട്ടുപാത്രങ്ങൾ നിർമ്മിക്കുന്ന കേന്ദ്രങ്ങളുണ്ട്. ഇതെങ്ങനെയാണ് ഓട്ടുപാത്രങ്ങൾ നിർമ്മിക്കുന്നത്, ഓടും പിച്ചളയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പോലും നമ്മുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർക്കോ അറിയില്ല. നമ്മുടെ നാട്ടിൽ ഒട്ടേറെ ഓട്ടുപാത്ര നിർമ്മാണശാലകളുണ്ട്. ഒരു വിഗ്രഹം എങ്ങനെ ഉണ്ടാക്കുന്നു, അത് ഏത് രീതിയിൽ പ്രോസസ്സ് ചെയ്യുന്നു, അതെങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നു, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള ഒട്ടേറെ ആൾക്കാർ ഇവിടെയുണ്ട്. അല്ലെങ്കിൽ കൗവായിലെത്തുന്ന ഒട്ടേറെ ടൂറിസ്റ്റുകൾക്ക് ഇതൊക്കെ കാണാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കണം. അന്നേരം ഇത് കണക്ട് ചെയ്തിട്ട് കണ്ടങ്ങാളിയിലും പയ്യന്നൂരിലും തായ്നേരിയിലും ഒക്കെ നടക്കുന്ന ഇതുപോലുള്ള ഈ ഓട്ടുപാത്ര നിർമ്മാണ യൂണിറ്റുകൾ സന്ദർശിക്കാനും ഇത് മാർക്കറ്റ് ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പമാണ്. നേരത്തെ പറഞ്ഞു നമ്മളൊരു നമ്മുടെ ബോട്ട് ജെട്ടിയിൽ ഒരു കയോസ്ക് ഉണ്ടാക്കണം. ഓട്ടുപാത്രങ്ങളുടെ ഒരു കയോസ്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ വന്ന് യാത്രക്കാർ ഓട്ടുപാത്രങ്ങൾക്കും വിപണി കണ്ടെത്തും. അതുപോലെ തന്നെ ഖാദിയും കൈത്തറിയും, പയ്യന്നൂർ ഖാദിയുടെ ഈറ്റില്ലം എന്നാണ് പറയുക. സ്വാതന്ത്ര്യ സമര സേനാനികൾ അല്ലെങ്കിൽ മഹാത്മാഗാന്ധിജിയോടൊപ്പം ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത ആളൊക്കെ വന്നിട്ടാണ് ഇവിടെ ഖാദി പ്രസ്ഥാനം തുടങ്ങിയത് പയ്യന്നൂരിൽ. അതിന്നും പന്തലിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും വേണ്ട രീതിയിൽ മാർക്കറ്റ് ചെയ്യാത്തതുകൊണ്ട് അതിന് നമുക്ക് സാധ്യതകൾ കുറഞ്ഞു വരികയാണ്. മറ്റൊന്ന്, നേവൽ അക്കാദമിക്ക് മുമ്പ് ഒട്ടേറെ പ്രകൃതി ദൃശ്യങ്ങൾ ലഭ്യമാവുന്ന ഏഴിമല കുന്നുകളാണ്. ഇന്ന് ഏഴിമലയുടെ കിഴക്ക് ഭാഗം മാത്രമേ നമുക്ക് ഫ്രീ ആക്സസ് ആയിട്ടുള്ളൂ. ആ സ്ഥലങ്ങളും വളരെ നല്ല രീതിയിൽ വലിയൊരു ഹനുമാൻ പ്രതിമ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഹനുമാൻ്റെ പ്രതിമയെന്ന് അവകാശപ്പെടുന്ന ഒരു ഹനുമാൻ പ്രതിമയുണ്ട്. ആ ഹനുമാൻ പ്രതിമയ്ക്ക് സമീപം ചെന്നിട്ട് 4 ഭാഗം ഒന്ന് കണ്ണോടിക്കാമെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു എസ്തറ്റിക് ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു പ്രദേശമാണ്. അതൊക്കെ ഈ സർക്യൂട്ടിൽ നമുക്ക് ഉൾപ്പെടുത്തണം. അതുപോലെ എട്ടിക്കുളം ബീച്ചിലും പരിതാപകരമായ അവസ്ഥയാണ്. ഒട്ടേറെ ടൂറിസ്റ്റുകൾ എത്തുന്ന സ്ഥലമാണത്. പക്ഷെ ഒരു സൗകര്യങ്ങളും, പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യങ്ങളോ മറ്റൊരു സൗകര്യങ്ങളും, പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളോ ഒന്നും ഏർപ്പെടുത്താൻ ആ പഞ്ചായത്തും വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിയിട്ടില്ല. അതുപോലെ ഒട്ടേറെ ഇതൊക്കെ ചേർത്തിട്ട് കിട്ടുന്ന ഒരു സംവിധാനം നമുക്ക് രൂപപ്പെടുത്താൻ കഴിഞ്ഞാൽ വിദേശ ടൂറിസ്റ്റുകളായാലും സ്വദേശി ടൂറിസ്റ്റുകളായാലും പയ്യന്നൂരിലെത്താനും അവർക്ക് വേണ്ടുന്ന
അവരിലൂടെ ഒരു ബിസിനസ് സംരംഭങ്ങൾ, ഒട്ടേറെ സംരംഭങ്ങൾ തുടങ്ങാനും നമ്മുടെ നാട്ടുകാർക്ക് കഴിയും. അതുവഴി നഗരസഭകൾക്കും അടുത്തുള്ള പഞ്ചായത്തുകൾക്കും നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന സംരംഭങ്ങളാക്കി മാറ്റാൻ കഴിയണം നമുക്ക്. സാർ, ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ കവ്വായി കായലിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ കവ്വായി കായൽ എന്ന ആ ഒരു കായലിനെ ചുറ്റിപ്പറ്റി ഒട്ടേറെ കർഷകർ കൃഷി നടത്തുന്നുണ്ട്, മത്സ്യകൃഷി. അപ്പോൾ ഈ ഒരു മത്സ്യകൃഷി പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വന്ന് കണ്ട് അതൊക്കെ ഒന്ന് നോക്കി പഠിച്ചാൽ അവിടെയുള്ളവർക്കും അതുപോലെ തന്നെ ആ ഒരു നാടിൻ്റെ സാമ്പത്തിക ഭദ്രത കൂടുതൽ സുസ്ഥിരമാക്കാൻ സാധിക്കില്ലേ? അത് ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത് ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് വേണ്ടി മാത്രമല്ല, നാട്ടിലുള്ള സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒട്ടേറെ ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനും ഇതുപോലുള്ള ഈ കൃഷി പ്രൊമോഷനുകളിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന്, ചെമ്മീൻ കൃഷി നടക്കുന്നുണ്ട് നമ്മുടെ ഇൻറ്റീരിയറായിട്ടുള്ള കവ്വായി കായലില്ലെങ്കിലും കായലിന് പുറത്ത് ഈ വെള്ളക്കെട്ടുകളിലൊക്കെ ചെമ്മീൻ കൃഷി നടക്കുന്നുണ്ട്. ചെമ്മീനൊക്കെ വളരെ നല്ല രീതിയിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പയ്യന്നൂരിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, പച്ചക്കാലൻ ഞണ്ട് കൃഷി. ഞണ്ട് സാധാരണയിൽ ചുവന്ന ഞണ്ട് നമുക്ക് കായലിൽ നിന്ന് പിടിച്ചിട്ട് കൊണ്ടുവരുന്ന ഞണ്ട്, നമ്മളൊരു ഞണ്ട് കടയിൽ പോയി അല്ലെങ്കിൽ ഒരു ഫിഷ് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അവർ പറയും ഇതൊന്നും നിങ്ങളുടെ കൂടെ വരില്ല സാറേ, ഇതിനൊക്കെ 5000-6000 രൂപ ഒരു ഞണ്ടിനൊക്കെ. അത്രയും വിലപിടിപ്പുള്ള ഞണ്ടുകളൊക്കെ നമ്മുടെ നാട്ടിൽ ചെറിയ തോതിൽ കൃഷികൾ നടക്കുന്നുണ്ട്. പച്ചക്കാലൻ ഞണ്ട്, ഒരു ഞണ്ടിന് തന്നെ 5000-6000 രൂപ പ്രോഫിറ്റ് കിട്ടുന്ന പറഞ്ഞത്. അതിനുള്ള ചിലവാണെങ്കിൽ തുലവും തുച്ഛവും. ഒരു ശ്രദ്ധാലുവായ ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ സംരംഭങ്ങൾ നമുക്ക് പയ്യന്നൂർ ഈ കവ്വായി കായലിൻ്റെ പരിസരങ്ങളിൽ ചെയ്യാൻ പറ്റും. മറ്റൊന്ന്, ഈ കല്ലുമ്മക്കായി എന്ന് പറയുന്ന ഈ വടക്കൻ മലബാറിൽ ഏറെ പോപ്പുലറായിട്ടുള്ളൊരു ഭക്ഷ്യവിഭവമാണ് കല്ലുമ്മക്കായി. മറ്റ് കക്ക പോലെ തന്നെ ഇത് വളരെയധികം പോഷക ഗുണമുള്ള ഒരു കായലിൽ നിന്ന് കിട്ടുന്നൊരു ഉൽപ്പന്നമാണ്. ഇതിപ്പോൾ കവ്വായി കായലിൽ വളരെ നല്ല രീതിയിൽ ചൂടി എന്ന് പറയും, ഈ കയറ് കെട്ടി താഴ്ത്തിയിട്ട് അതിൽ കല്ലുമ്മക്കായുടെ വിത്തുകൾ ശേഖരിച്ച് വെച്ചിട്ട് കൃഷി ചെയ്തിട്ട് ഒട്ടേറെ കുടുംബശ്രീകളും ഒട്ടേറെ സ്ത്രീകളും അതുപോലെ സംരംഭകരും ഇത് പയ്യന്നൂർ ഈ കവ്വായി കായലിൻ്റെ പരിസരത്ത് നിങ്ങൾക്ക് നോക്കിയാലാണ് ഈ ഏഴുമല തൊട്ട് കോട്ടപ്പുറം വരെയുള്ള സ്ഥലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കയറുമ്മൽ കായ, കല്ലുമ്മക്കായ കൃഷി വളരെ നല്ല രീതിയിൽ നടക്കുന്നത് കാണാം. അതൊന്നുകൂടി വികസിപ്പിച്ച് ആ കർഷകർക്ക് നല്ല വില ലഭ്യമാക്കാനും അതുപോലെ കൂടുതൽ അതിനെക്കുറിച്ച് പഠനം നടത്താനും അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കാനും നമ്മളെ കൃഷി മന്ത്രാലയവും അതുപോലുള്ളവർ സമുദ്രോൽപ്പന്ന കയറ്റുമതി അതോറിറ്റിയൊക്കെ തയ്യാറായി കഴിഞ്ഞാൽ പയ്യന്നൂർ കവ്വായി കായലിൽ ഇതിനും ഒട്ടേറെ അവസരങ്ങളുണ്ട്. പച്ചക്കാലൻ ഞണ്ടിൻ്റെ കാര്യം പറഞ്ഞു, പുതിയൊരു സംരംഭമാണ്. അടുത്തിടെയാണത് ബാക്കിയുള്ളവരൊക്കെ അറിയാൻ തുടങ്ങിയത് തന്നെ. ഇനിയും അതിൽ കൂടുതൽ സംരംഭങ്ങൾ വരണം. നമ്മുടെ കായലിൻ്റെ ഓരങ്ങൾ നല്ല രീതിയിൽ ശുദ്ധീകരിക്കാനും കൂടി അത് ഉപകരിക്കും. മറ്റൊന്ന്, കണ്ടൽക്കാടുകളാണ്. കണ്ടൽക്കാടുകൾ നമ്മുടെ പാരിസ്ഥിതിക ഇതിൻ്റെ സംരക്ഷകർ കൂടിയാണ്. കാറ്റും സുനാമിയൊക്കെ തടഞ്ഞു നിർത്താൻ കണ്ടൽക്കാടുകൾ പോലെയുള്ള കാടുകൾക്ക് കഴിയുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ സമീപ പ്രദേശത്തുള്ള വീട്ടുകാരെയൊക്കെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഓരോ വീട്ടിൻ്റെ മുന്നിലും 100-200 കണ്ടൽ ചെടികൾ നട്ടു വളർത്താനും അതിനെ പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഇതിൻ്റെ ഹരിതാപം നിലനിർത്താൻ പറ്റും. മറ്റൊന്ന്, അന്തരീക്ഷത്തിൽ നല്ല ശുദ്ധവായു ലഭിക്കാൻ സഹായിക്കും. മറ്റൊന്ന്, ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളെ നേരിടാനും ഈ കണ്ടലുകൾ നല്ല രീതിയിൽ സഹായിക്കും. അതിനുള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. ഈ കവ്വായിലെ കയാക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പയ്യന്നൂർ നഗരസഭ പയ്യന്നൂർ കവ്വായിക്ക് തൊട്ടടുത്തുള്ള ഒരു ദ്വീപിൽ ഇതിനുള്ളൊരു സംരംഭത്തിന് തറക്കല്ലിട്ടെങ്കിലും പിന്നെ ഇതെന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്കൊന്നും അറിയില്ല. ഇവിടെ ഒരു പാറയിൽ കയാക്കിംഗ് സെൻ്ററായിട്ട് തുടങ്ങാൻ ആലോചിച്ചതാണ്. നമുക്ക് ഉദ്ഘാടനങ്ങൾ മാത്രമേ വേണ്ടൂ. അത് പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിന് താല്പര്യമില്ല. നമുക്ക് കല്ലിടൽ പ്രാരംഭ പ്രവർത്തനങ്ങൾ കോഡിങ് വെച്ചിട്ട് ഇതിനെക്കുറിച്ച് പരസ്യം ചെയ്യുകയല്ലാതെ ആത്മാർത്ഥമായ ഒരു ശ്രമം ഈ ഭരണസമിതികളുടെ ഭാഗത്ത് ഇല്ലാത്തതാണ് കവ്വായിയെ അതുപോലുള്ള പ്രദേശങ്ങളെയും ബുദ്ധിമുട്ടിലാക്കുന്നത്. മറ്റൊരു സമീപ പ്രദേശത്തോടുകൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. മാടായിക്കാവും അതുപോലെ ഈ പറശ്ശിനിക്കടവുമൊക്കെ ഈ കേരളത്തിന് പുറത്തുള്ള ഒട്ടേറെ ഭക്തരെ പയ്യന്നൂരും പരിസര പ്രദേശങ്ങളിലേക്ക് എത്തുന്ന 2 പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ്. അവിടെയും ഇത് തന്നെയാണ് സ്ഥിതി. പറശ്ശിനിക്കടവിൽ അതൊരു സ്വകാര്യ ട്രസ്റ്റ് പോലെ നടന്നുകൊണ്ട് കുറച്ചൊക്കെ സൗകര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിലും മാടായിക്കാവിലും അതുപോലുള്ള പ്രദേശങ്ങളിലൊക്കെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പ്രദേശവാസികളാവും വിദേശികളായാലും ഒട്ടേറെ ടൂറിസ്റ്റുകൾ വരാൻ സാധ്യതയുണ്ട്. സാർ, ഈ പറഞ്ഞെടുത്തുനിന്ന് തുടങ്ങുകയാണ് ഇത് അമ്പലങ്ങളിൽ ഇപ്പം ഭക്തിയെ കൂടുതൽ ആൾക്കാരും ഭക്തിയുടെ പിറകെ പോകുന്ന ഒരു അവസ്ഥ ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ
നമ്മുടെ പ്രദേശത്തുള്ള ഈ അമ്പലങ്ങൾ മാടായിക്കാവായാലും പറശ്ശിനിക്കടവായാലും പയ്യന്നൂർ അമ്പലം നമ്മൾ ഗുരുവായൂർ അങ്ങോട്ടൊക്കെ പോകുന്ന അതേ സമയത്ത് ഇവിടെ ഈ സാധ്യതകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. മറ്റൊരു കാര്യം, നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ സാറ് പറഞ്ഞതുപോലെ നമ്മളെ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരുപാട് പ്രദേശങ്ങൾ നമ്മൾ പറഞ്ഞു. ഗാന്ധി സ്മൃതി മ്യൂസിയം പറഞ്ഞു, അതുപോലെ തന്നെ ഉളിയത്ത് കടവ് പറഞ്ഞു, നമ്മുടെ ശ്രീനാരായണ വിദ്യാലയം, ഗാന്ധിമാവൊക്കെ. നമ്മുടെ ഈ പ്രദേശത്തുള്ള വിദ്യാലയങ്ങളിലുള്ള എത്ര കുട്ടികൾ ചിലപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും? അറ്റ്ലീസ്റ്റ് നമ്മുടെ പ്രദേശത്തുള്ള ആൾക്കാർ പ്രൊമോട്ട് ചെയ്താൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ പുറമെ അറിയപ്പെടാൻ സാധിക്കൂ. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ നഗരസഭയിൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തും ചുറ്റുവട്ടത്തും ഉൾപ്പെടുന്ന അധ്യാപകരും വിദ്യാർത്ഥികളും അടക്കം ഇതൊന്ന് പോയി കാണണം. അവരുടെ ശ്രദ്ധയിലേക്ക് ഇതൊന്ന് പെടുത്തുകയാണ്. കാരണം ഒരു ദിവസം നമ്മളെ ചുറ്റിയാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, ഈവൻ ഏഴിമല ഹനുമാൻ പ്രതിമ വരെ അടക്കം നമുക്ക് ഒരു ദിവസം പോയി വരാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ മനോവിജ്ഞാനത്തിനും കൂടെ പ്രാധാന്യം കൊടുക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ് ഇതല്ലേ വിദ്യാർത്ഥികളുടെ ഇടയിൽ. അപ്പൊ അവർക്ക് കൂടുതൽ ഇതിനെപ്പറ്റി അറിയാൻ സാധിച്ചാൽ അവരെല്ലാവരിലേക്കും എത്തിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രവർത്തനം നമ്മൾ അധികൃതർ നടത്തേണ്ടതല്ലേ എന്നുള്ളതിനെ പറ്റിയിട്ടും എന്താണ്? അതാണ് ലോക്കൽ ടൂറിസം പ്രൊമോഷന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ടൂറിസ്റ്റ് സർക്യൂട്ടുകളും അതുപോലെ ഇത് പ്രദേശങ്ങളിലും സ്കൂളുകളിലും വിദ്യാർത്ഥികളിലും ഈ കാര്യങ്ങൾ ഒരു സന്ദേശമായി എത്തിക്കാനും നമുക്ക് കഴിയണം എന്നുള്ളതാണ് അതിലൊന്നുകൂടി സ്ട്രെസ് ചെയ്യാനുള്ളത്. മറ്റൊന്ന്, ഈ ഇവിടെയുള്ള സംരംഭങ്ങളും വ്യവസായങ്ങളൊക്കെ വർദ്ധിപ്പിക്കുന്നതിനും ഇത് ഉപകരിക്കും. എല്ലാ രീതിയിലും ഹോട്ടൽ വ്യവസായമായാലും അല്ലാതെ ട്രാവലിംഗ് സൗകര്യങ്ങളായാലും ഇതെല്ലാം വികസിപ്പിക്കാനും നമുക്ക് കഴിയണം. ഈ കണ്ടലിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ കൗവായിൽ നല്ലൊരു രീതിയിൽ വലിയപുറമ പഞ്ചായത്ത് വക നട്ടു വളർത്തിയ ഒരു കണ്ടൽ കേന്ദ്രമുണ്ട്. അവിടെ ഒരു കണ്ടൽ കേന്ദ്രമുണ്ട്. ഒരു പക്ഷി നിരീക്ഷണത്തിന് പറ്റിയ ഒരു സ്ഥലം, കൊച്ചിക്ക് സമീപം ഒരു ഐലൻഡ് പോലൊരു സ്ഥലമുണ്ട്. ഒട്ടേറെ മൈഗ്രേറ്റിംഗ് ബേർഡ്സ് അടക്കം വരുന്ന കേന്ദ്രങ്ങളാണ്. വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെടുന്നതാണ്. അതുപോലെ ഈ ഹൗസ് ബോട്ടുകൾ ഇവിടെ വരാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ഒട്ടേറെ ട്രിപ്പുകൾ, നിങ്ങൾക്കറിയാം, ഈ കോട്ടപ്പുറവും അതുപോലെ എല്ലാ സമീപ പ്രദേശങ്ങളിലെ ബോട്ട് ജെട്ടികളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഒട്ടേറെ ഹൗസ് ബോട്ടുകൾ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒട്ടേറെ വിദ്യാർത്ഥികൾ പുറത്തുനിന്നൊക്കെ വന്നിട്ട് കോട്ടപ്പുറം പോയിട്ട് ഇവിടെ വരെ വരും. പക്ഷെ ഇവിടെ അടുക്കാൻ പറ്റില്ല. ഇവിടെ അടുക്കാനുള്ള സൗകര്യം എത്തിക്കഴിഞ്ഞാൽ കുട്ടികളധികം അങ്ങനെ ഹൗസ് ബോട്ടിലാണ് പോകുന്നത് ഇപ്പോൾ. അതുപോലെ തന്നെ ഈ നമ്മളിപ്പോൾ ഈ കൂട്ടായ്മകൾ വളർന്നു വരുന്നുണ്ട് നാട്ടിലൊക്കെ. സ്ത്രീകളുടെ കൂട്ടായ്മയായാലും ശരി, അമ്പലങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. അവർ വിമാനത്തിൽ കയറുന്നു, അവർ കൊച്ചിയിലും അതുപോലെ സ്ഥലങ്ങൾ തിരുവനന്തപുരത്തൊക്കെ പോയിട്ട് കപ്പലിൽ കയറുന്നു, മെട്രോയിൽ കയറുന്നു, ലുലു മാർക്കറ്റിൽ പോകുന്നു. ഇതൊരു ലോക്കൽ ടൂറിസം പ്രൊമോഷൻ്റെ ഒരു ഭാഗമായിട്ട് നടക്കുകയാണ്. പക്ഷെ ഇതിൻ്റെ ഒന്നും പ്രയോജനം നമ്മുടെ നാട്ടിൽ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ ഈ ടൂറിസം സർക്യൂട്ടിൻ്റെ അപര്യാപ്തത. സാർ, നമ്മളിപ്പോൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യം നമ്മുടെ തെയ്യത്തിന്. നമ്മളെ കണ്ണൂര് പയ്യന്നൂർ എന്നൊക്കെ പറയുമ്പോഴേ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമ്മളെ തെയ്യം ആണ്. അപ്പോൾ തെയ്യം ഒരു ടൂറിസം പാക്കേജ് ആക്കി കൊണ്ടുവരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഇതിൽ ഒരുപാട് വിദേശ സഞ്ചാരികളും ഒരുപാട് വിദേശ ടൂറിസ്റ്റുകളും തെയ്യപ്രേമികളും ഒക്കെ ഒരുമിക്കുന്ന ഒരു കാലം കൂടിയാണ് നമ്മുടെ ഈ തെയ്യക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഇത്തരത്തിൽ ടൂറിസം പാക്കേജ് ആക്കുന്ന സമയത്ത് തെയ്യക്കാർക്ക് ബുദ്ധിമുട്ടില്ലാതെ, തെയ്യപ്രേമികൾക്ക് ബുദ്ധിമുട്ടില്ലാതെ അതിനെ എങ്ങനെ ഒരു ഇതാക്കി കൊണ്ടുവരാം എന്നുള്ളതാണ് സാറിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ തോന്നുന്നത്. വടക്കേ മലബാറിലെ കലാപാരമ്പര്യത്തിൽ ഏറ്റവും മകുടമായി പറയാനുള്ളതാണ് മലബാറിലെ തെയ്യങ്ങൾ, ഉത്തര മലബാറിലെ തെയ്യങ്ങൾ. ഈ ഉത്തര മലബാറിലെ തെയ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രദേശത്തിനനുസരിച്ച് വ്യത്യസ്തമായ തെയ്യക്കോലങ്ങൾ നമുക്കുണ്ട്. ഈ ഒക്ടോബർ പകുതിയോടുകൂടി, അതായത് തുലാം 10 മുതലാണ് മലബാറിലെ തെയ്യക്കാലം ആരംഭിക്കുന്നത്. മലബാർ തെയ്യക്കാലം ആരംഭിച്ചു കഴിഞ്ഞാൽ മെയ് 31 വരെയും നിരവധി കേന്ദ്രങ്ങളിൽ ഈ തെയ്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഫോക്ലോറിനെ കുറിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ അധ്യാപകർക്കും വിദേശ ടൂറിസ്റ്റുകൾക്കും ലോക്കൽ ടൂറിസ്റ്റുകൾക്കൊക്കെ ഇത് കാണാനും കണ്ട് ആസ്വദിക്കാനും അവസരം നൽകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ ടൂറിസം സർക്യൂട്ടിനകത്ത് ആ കാലഘട്ടങ്ങൾ ഒക്ടോബർ മുതൽ മെയ് വരെയുള്ള പീരീഡിൽ നമ്മുടെ ടൂറിസം സർക്യൂട്ടിൽ ഉൾപ്പെടുത്തണം. നമുക്കിപ്പോൾ കണ്ണൂരിൽ തന്നെയുണ്ട്, കണ്ണൂരിൽ തെയ്യം കലണ്ടറൊക്കെ ഇറക്കിയിട്ടുണ്ട്. DTPC തെയ്യം കലണ്ടർ ഇറക്കിയിട്ടുണ്ട്. അത് നോക്കിയിട്ട് വരുന്ന ഒട്ടനവധി ടൂറിസ്റ്റുകളുണ്ട്. ഏത് തെയ്യം എവിടെയാണ്, പക്ഷേ ഇവിടെ എത്തണമെങ്കിൽ ഒരു നോഡൽ പോയിന്റ് വേണം. ആ പോയിന്റിലാണ് നമുക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടത്. ഒരു വിദേശി വന്നു കഴിഞ്ഞാൽ സൗകര്യമായി താമസിക്കാനും ഭക്ഷണം കഴിക്കാനുമുള്ള കേന്ദ്രങ്ങൾ നമ്മുടെ സ്ഥലങ്ങളിലെല്ലാം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഈ ടൂറിസത്തിന് സൗകര്യങ്ങൾ കൂടുകയുള്ളൂ. തെയ്യവും ഈ പാക്കേജിൽ ഉൾപ്പെടുത്തണം. പക്ഷെ ഉൾപ്പെടുത്തുന്നത് ഈ പീരീഡിൽ മാത്രമേ നമുക്ക് സാധിക്കുന്നുള്ളൂ. തെയ്യം പാക്കേജുകളുണ്ട്, പക്ഷെ ഇനിയും ഈ ഭാഗങ്ങളിലേക്ക് അത് വ്യാപിച്ചിട്ടില്ല. കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിന് കിഴക്കുള്ള ഭാഗങ്ങളിലൊക്കെ തെയ്യം പാക്കേജിൽ വിദേശികൾ വരുന്നുണ്ട്. കാട് വരെയുണ്ട്. തെയ്യത്തിനെ കുറിച്ച് ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥികൾ വരും.
അതുപോലെ ഇതിനൊക്കെ കൂടുതൽ അറിയാം. നമ്മുടെ ഫോക്ലോറിനെ കുറിച്ചിട്ട് നമ്മൾ അറിയുന്നതിനേക്കാളും കൂടുതൽ അറിയുന്നത് വിദേശികളാണ്. അവിടെയൊക്കെ പോകാനും ഇതൊക്കെ കാണാനുള്ള അവസരങ്ങൾ ഒരുക്കാൻ ഇതിനൊക്കെ പറഞ്ഞത് ഓരോ നോഡൽ ഏജൻസി വേണം. ഓരോ ജില്ല, ഓരോ പഞ്ചായത്തിലും ഇവിടെ പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഇവിടെ വന്നു, പല ടൂറിസ്റ്റ് പ്രസ്ഥാനങ്ങൾ തുടങ്ങി. പക്ഷെ തുടർന്ന് നടത്താനുള്ള അവരുടെ വിഷമതകൾ എന്താണ്, അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനാണ് ഒരു നോഡൽ ഓഫീസർ വേണ്ടത്. ഈ നോഡൽ ഓഫീസർ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സോഷ്യൽ മീഡിയയിലെക്കുറിച്ച് ഇതിനെക്കുറിച്ച് പരസ്യം ചെയ്യാനും അതിനുള്ള ആൾക്കാരെ സ്വീകരിക്കാനും അവർക്ക് വേണ്ട ഇൻഫർമേഷൻസ് കൊടുക്കാനും നമ്മുടെ DTPC പോലുള്ള കേന്ദ്രങ്ങൾ തയ്യാറാവണം. DTPC കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഒരു സർക്കാരിൻ്റെ ഒരു വകുപ്പ് മാത്രമായി മാറരുത്. ഒരുപാട് സുരക്ഷാ വീഴ്ചകൾ സംഭവിച്ച് ഒരുപാട് പേർക്ക് ജീവനൊക്കെ നഷ്ടപ്പെട്ട അവസ്ഥയുണ്ടായിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ ഈ അടുത്ത് തന്നെ അങ്ങനെ പല സംഭവങ്ങളും നമ്മൾ കേട്ടറിഞ്ഞു വാർത്തകളിലൂടെയൊക്കെ. അപ്പോൾ നമ്മുടെ പയ്യന്നൂർ പ്രദേശത്താണെങ്കിൽ പോലും ഒരു സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നില്ല, അതിനുള്ള ആൾക്കാരില്ല എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു ടൂറിസം മേഖലയിലെ സുരക്ഷാ സംവിധാനങ്ങൾ എത്രത്തോളം ആവശ്യമാണ്, അത് നമ്മുടെ പയ്യന്നൂർ പോലൊരു നഗരത്തിൽ എന്നുള്ള കാര്യം കൂടി ഒന്ന് നമുക്ക് ചർച്ച ചെയ്യാം. വാട്ടർ സ്പോർട്സിലും അതുപോലെ തന്നെ മറ്റ് എൻ്റർടൈൻമെൻറ്റ് മേഖലകളിലൊക്കെ വളരെ കർശനമായി പാലിക്കേണ്ട നിബന്ധനകൾ നമ്മൾ വരുത്തിയിട്ടുണ്ടെങ്കിലും ആ നിബന്ധനകൾ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ നമ്മുടെ നാട്ടിലൊരു സംവിധാനമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരിതാപകരമായ അവസ്ഥ. ബീച്ചുകൾ നമുക്കുണ്ട്, സുന്ദരമായ ബീച്ചുകളുണ്ട്. ഏതെങ്കിലും കുട്ടികളോ സഞ്ചാരികളോ ഒഴുക്കിൽപ്പെട്ടാൽ രക്ഷിക്കാൻ പറ്റുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലില്ല. അവിടെ ഈ സുരക്ഷ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനുള്ള സംവിധാനമില്ല. പിന്നെ ബോട്ട് ഡ്രൈവർമാരും അതുപോലെ കയാക്കിംഗ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അത് നടത്താനുള്ള ലൈസൻസ് സമ്പ്രദായമുണ്ട്. പക്ഷെ അത് കർശനമായി പാലിക്കുന്നുണ്ടോ എന്ന് നോക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ ഇല്ല. അതുപോലെ തന്നെ ഈ ലഹരി ഉപയോഗിച്ച് വരുന്ന പല ആൾക്കാർ, മദ്യപന്മാർ അതുപോലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പോലും ആൾക്കാരില്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതാണ് ഇതുപോലത്തെ ടൂറിസം കേന്ദ്രങ്ങളിൽ പോലീസ് കൊണ്ട്, നമ്മുടെ റെഗുലർ പോലീസിങ് കൊണ്ട് മാത്രം നടക്കില്ല. ഒന്ന്, ഇതിനെക്കുറിച്ച് കാര്യമായി അറിയുന്ന, ഇത് പരിശോധിക്കാൻ ഉത്തരവാദിത്വമുള്ള ഒരു ലൈഫ് ഗാർഡ് എല്ലാ ഇതുപോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പേസുകളിലൊക്കെ വേണം. പലപ്പോഴും മാടായി പാറയിലൊക്കെ നടക്കുന്ന പോലെ വാഹനങ്ങളൊക്കെ ഇടിച്ച് ഒട്ടേറെ മരണങ്ങൾ മാടായിപ്പാറയിൽ നടന്നിട്ടുണ്ട്. ഇതിനകത്ത് വാഹനങ്ങൾ കയറ്റാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ആൾക്കാർ അതിനൊക്കെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്നുള്ള രീതിയിൽ ലൈഫ് ജാക്കറ്റാ, എനിക്കൊന്നും അറിയില്ല, എനിക്ക് പ്രശ്നമില്ല, ഞാൻ നീന്തൽ പഠിച്ചിട്ടുണ്ട്, എനിക്ക് ലൈഫ് ജാക്കറ്റിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് പക്ഷെ കൃത്യമായ നിർദ്ദേശം നമ്മൾ നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടോ നോക്കണം. അതിനാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ, ഒരു നോഡൽ ഓഫീസറെ ഈ കേന്ദ്രങ്ങളിൽ നമുക്ക് നിയമിക്കാൻ തയ്യാറാണ്. നമ്മൾ എട്ടിക്കുളം ബീച്ച് ആയാലും മാടായിപ്പാറ ആയപ്പോലും ആ പ്രദേശത്തുള്ള ചിലപ്പോൾ ഒരുപക്ഷെ ആ പ്രദേശത്തുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ അത്തരം പരിശീലനം കിട്ടി അവർക്ക് ചിലപ്പോൾ കൂടുതൽ ആ പ്രദേശത്തെ പറ്റി അറിയാൻ സാധിക്കും. അത്തരത്തിലുള്ള ആൾക്കാരെ ആയാലും അവർക്ക് കുറച്ചുകൂടെ പരിശീലനം കൊടുത്ത് അവരെ നിയമിച്ചാലും മതി. അത് നമ്മുടെ സുരക്ഷയെ ഒന്നുകൂടി ഉറപ്പാക്കുന്ന രീതിയിലുള്ള കാര്യമാണ് അല്ലേ? അവർക്കൊരു തൊഴിലവസരം കൂടിയാവും. അത് നല്ലൊരു കാര്യമാണ്. പിന്നൊന്ന്, ഈ ഉത്തരവാദിത്ത ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് പരിശീലനം കൊടുക്കാനൊരു സംവിധാനം നമുക്കില്ല. ഈ ബോട്ട് ഓടിക്കുന്നവർക്കായാലും ശരി, കയാക്കിംഗ് സെൻറ്റർ നടത്തുന്നവർക്കാണെങ്കിൽ ശരി, സ്പീഡ് ബോട്ട് ഓടിക്കുന്ന ഡ്രൈവർമാർക്കായാലും, പിന്നെ മറ്റ് കേന്ദ്രങ്ങളിൽ ഹിൽ സ്റ്റേഷനുകളിലൊക്കെ പോകുന്നവർക്കാണെങ്കിലും അവിടെയുള്ള അപകടങ്ങളെക്കുറിച്ച് പറയാനും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡുകളും ഇതെങ്ങനെ കർശനമായി നിയമങ്ങൾ പാലിക്കപ്പെടണമെന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം ഈ സംരംഭകർക്ക് കൂടിയുണ്ട്. അതിന് ആവശ്യമായ പരിശീലനം കൊടുക്കാൻ ഒരു സംരംഭക പരിശീലന കേന്ദ്രം അല്ലെങ്കിൽ അതിന് വേണ്ടുന്നൊരു സംവിധാനം നമ്മുടെ സർക്കാരുകൾ മുൻകൈയെടുത്ത് തയ്യാറാക്കാം. എന്തായാലും നമ്മൾ ഇത്രയും സമയം ടൂറിസം വികസന സാധ്യതകളും ഇനി എന്തൊക്കെ വേണം ടൂറിസം മേഖലയിൽ എന്നൊക്കെയുള്ള കാര്യങ്ങളാണല്ലേ അതിലെ ചർച്ച ചെയ്തത്. അതെ, നമുക്ക് സമയപരിധി മൂലം കൂടുതൽ ഇനിയും കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ട്. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമ്മുടെ പയ്യന്നൂരിനെ സംബന്ധിച്ച്, പയ്യന്നൂർ ആയതുകൊണ്ട് തന്നെ പയ്യന്നൂരിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഈ പറയുന്ന പോലെ സുരക്ഷാ മാനദണ്ഡങ്ങളെ പറ്റിയാണെങ്കിലും ടൂറിസം സാധ്യതകളെ പറ്റിയാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചർച്ച ചെയ്യാനുണ്ട്. മറ്റൊരു അവസരത്തിലാവാം അല്ലേ അഞ്ജലി? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. എന്തായാലും ഇത്രയും സമയം നമ്മുടെ കൂടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, നമ്മൾ പോലും ചിന്തിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സാർ പറഞ്ഞു തന്നു. അപ്പോൾ അതിനൊക്കെ ഒരുപാട് നന്ദി. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി താങ്കളുടെ വിലപ്പെട്ട സമയമാണ് ഇത്രയും സമയം നമ്മൾക്ക് വേണ്ടി മാറ്റിവെച്ചത്. അതുകൊണ്ട് നന്ദി. നന്ദി സാർ.